Hebrew chapter 13 word 12 and 13. എബ്രായർ 13 12-13 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിക്കൽ വെച്ച് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. 13ാമത്തെ വാക്യം പറഞ്ഞു, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. 14ാമത്തെ വാക്യം പറയുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു? എന്തുകൊണ്ട് the sacrificial offering ദൈവത്തിന് മുമ്പിൽ എക്സ്പ്രസീവ് ആകുന്നു? ചിലർ നിങ്ങളോട് ചോദിക്കത്തില്ല, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കാൻ, ബഹളം ഉണ്ടാക്കാൻ, സ്തോത്രം പറയാൻ, ആരാധിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? എന്തുകൊണ്ട് ഞാൻ സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നു? കാരണം 12ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു സ്വന്തം രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിക്കൽ വെച്ച് അതിന്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. 13ാമത്തെ വാക്യത്തിൽ, ആകയാൽ അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കലേക്ക് ചെല്ലുക. 14ാമത്തെ വാക്യം പറഞ്ഞു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് നഗരമില്ല, വരാനുള്ളതാ നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരാധനാലയത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവ മുഖാന്തരം അവനെ ഏറ്റുപറയുന്ന, അവന്റെ നാമത്തെ വീണ്ടും നിങ്ങൾ ദൈവത്തെ പ്രൈസ് ചെയ്യുമ്പോൾ, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ലിസൺ, എത്ര പേരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? In the backside and friends and everywhere. ദൈവത്തിന്റെ സന്നിധിയിൽ സാക്രിഫിഷ്യൽ ഓഫറിംഗ് ദൈവത്തിന്റെ മുൻപാകെ പ്രകടമാക്കുന്ന നിലകളിൽ ആ നന്ദി കരയേറ്റുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകേണ്ട ഏതോ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ വിടുവിച്ചതിനാൽ ആ ബോധ്യത്തിൽ നിങ്ങൾ അവന് നന്ദി കരയേറ്റുന്നതാണ്. യു അണ്ടർസ്റ്റാൻഡ് മീ? ഞാൻ ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ ഐ എം എക്സ്പ്രസിംഗ് മൈ ലവ്. എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. ഒരിക്കൽ ഒരു യൂറോപ്യൻ തെരുവീതിയിൽ ഒരു മനുഷ്യൻ വളരെ സ്നോയുള്ള മഞ്ഞുള്ള സമയത്ത് താൻ തൻ്റെ വണ്ടി പാർക്ക് ചെയ്ത് തൻ്റെ വീട്ടിലോട്ട് കയറുമ്പം സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുകയാണ്. ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിന്റെ, ഒരു നായ്ക്കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ഈ മനുഷ്യൻ ഓടിച്ചെന്ന ആ മഞ്ഞ് വകഞ്ഞു മാറ്റി അകത്ത് നോക്കിയപ്പോൾ ഒരു നായ്ക്കുട്ടി, ഒരു നായ്ക്കുഞ്ഞ് അതിനകത്ത് പെട്ട് അതിന്റെ മേളിൽ മഞ്ഞ് വീണ് തണുത്ത ഓൾമോസ്റ്റ് അത് ചാകാറായി. ഈ മനുഷ്യൻ ആ മഞ്ഞ് തട്ടി മാറ്റി ആ നായ്ക്കുട്ടിയെ പുറത്തെടുത്ത് തന്റെ കോട്ടിനകത്ത് ഈ നായ്ക്കുട്ടിയെ കയറ്റി വെച്ച് അതിനെ റബ്ബ് ചെയ്ത് ചൂട് കൊടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തി ഹീറ്റർ ഓൺ ചെയ്ത് അതിനെ ഒന്ന് സെറ്റിൽ ചെയ്ത് വീട്ടിനകത്ത് കൊണ്ട് കയറ്റി അതിന് പാലും അതിന് വേണ്ടുന്ന ഭക്ഷണവും കൊടുത്ത് അതിനെ ടേക്ക് കെയർ ചെയ്തു. 6 മാസം കഴിഞ്ഞ് ഇദ്ദേഹം ഇതുപോലെ അടുത്ത മഞ്ഞുള്ള സീസണിൽ വന്നപ്പോൾ, ഭയങ്കര മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ലിവിംഗ് റൂമിൽ ജോലി കഴിഞ്ഞു വന്ന് തന്റെ സോഫയിൽ ഇരുന്ന് ഒരു കപ്പ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കളിച്ചുകൊണ്ട് നിന്ന നായ ഓടി യജമാനനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് വാലുമാട്ടി ആ പാദത്തിൽ തന്നെ കളിക്കുന്നു, നിൽക്കുന്നു, ആ പാദത്തിൽ കിടക്കുന്നു, നക്കുന്നു. എങ്ങനൊക്കെ അവനെ കാണിക്കാൻ പറ്റും. That is Tauda. പ്രകടമായ നിലയിൽ ഞാൻ ചത്തുപോകേണ്ട സ്ഥാനത്ത്, ഞാൻ മരിച്ചു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ ഒറ്റ ഉദാഹരണമേ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ. നിങ്ങൾ അനുസരിക്കുക, ഏറ്റെടുക്കുമോ? ഒത്തിരി സന്ദേശങ്ങൾ, വചനങ്ങൾ, നല്ല ശുശ്രൂഷകൾ ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടുവോ? ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാ പറയുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായത് രഹസ്യമായിട്ടല്ല. ക്രിസ്തു എനിക്ക് വേണ്ടി, ലിസൺ ടു മീ,
കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായത് പരസ്യമായിട്ടാണെങ്കിൽ അവനെ ഏറ്റുപറയുന്ന ആധര ഫലമെന്ന സ്തോത്രയാഗം നിനക്ക് എങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ, എങ്ങനെയൊക്കെ പ്രൈസ് ചെയ്യാൻ, എങ്ങനെയൊക്കെ സ്തുതിക്കാൻ കഴിയുമോ? Never ashamed that. Listen, ഞാനൊരു ഉദാഹരണം കാണിക്കാൻ പോവാ. ജഡ്ജസിന്റെ പുസ്തകത്തിലേക്ക്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിൽ ഗിദെയോൻ ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്. ഗിദെയോൻ ദൈവത്തോട് പറയുന്നു, അയ്യോ കർത്താവേ, വായിച്ച പാസ്റ്ററെ. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഗിദെയോന്റെ അവസ്ഥ. ഇതായിരുന്നു അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ. മിദ്യാന്യ ശക്തികൾ അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഗിദെയോൻ ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഞാൻ എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാ. 16-ാമത്തെ വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഓക്കെ, 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഗിദെയോന് ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്, പ്രോമിസ് കിട്ടുകയാണ്. പറഞ്ഞേ, വാഗ്ദത്തം ലഭിച്ചു. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞേ, വാഗ്ദത്തം ഗിദെയോന് ലഭിച്ചു, വാഗ്ദത്തം നിനക്കും ഉണ്ട്. ആർ യു ലിസണിങ് മീ? ഇനി പല വാഗ്ദത്തവും എന്താ നടക്കാത്തേന്ന് ഞാൻ പറയാൻ പോവാ. എന്റെ ആത്മാവിൽ എനിക്കറിയാം, ഇന്ന് ദൈവത്തിന്റെ പ്രോമിസ് ഉള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ആ പ്രോമിസ് ഇന്ന് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്ന പകലായിരിക്കും. ഗിദെയോൻ ഇവിടെ ഒരു വാഗ്ദത്തം ലഭിച്ചു. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓക്കെ, വാഗ്ദത്തം ഇതുപോലെ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എന്നാൽ ഈ വാഗ്ദത്തം ഗിദെയോനിൽ നിറവേറാൻ, ഈ വാഗ്ദത്തം ഗിദെയോനിൽ സംഭവിക്കാൻ അതിന്റെ 18, 19, 20, 21 വാക്യങ്ങൾ നോക്കിയേ. ഗിദെയോൻ ദൂതനോട് പറയുകയാണ്, ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വയ്ക്കുവോളം, until I come unto thee and bring forth my present and set it before thee. എന്റെ വഴിപാട്, എന്റെ ഓഫറിംഗ് ഞാൻ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വയ്ക്കുവോളം ദൈവത്തോട് പറയാണ്, ദൂതനോട് പറയാണ്, നീ ഇവിടുന്ന് പോകരുത്. Are you listening me? 19-ാമത്തെ വാക്യം, അങ്ങനെ ഗിദെയോൻ ചെന്നൊരു കോലാട്ടിൻ കുട്ടിയെയും, വായിക്കാം, ഒരു പറമാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. ദൂത് പറഞ്ഞപ്പോൾ എവിടുന്നാണോ വാഗ്ദത്തം കേട്ടത്, ആരാണോ ദൂത് പറഞ്ഞത്, ആ പ്രോമിസ് കൊടുത്ത ഏഞ്ചലിന്റെ മുൻപിൽ ഈ മനുഷ്യൻ വീട്ടിൽ പോയി ദൂതനോട് പറഞ്ഞു പോവല്ലെന്ന്. ദൂതും കേട്ട് പൊടിയും തട്ടി പോന്നവരുടെ ശ്രദ്ധയ്ക്കുള്ള ദൂതാണിത്. നിന്റെ മേളിൽ വീണ ദൂത് നടക്കണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തികൾ ഉണ്ടാവണം. മറിയത്തോട് ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിൽ നിന്റെ അകത്ത് വിശുദ്ധ പ്രജ ഉളവാകും, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കും. ദൂതൻ കേട്ടിട്ട് ഓക്കെ, നോ, നിന്റെ വാക്കുപോലെ എനിക്ക് she responded. ദൂത് പറഞ്ഞ ദൂതനെ അവിടെ നിർത്തിയിട്ട് പുളിപ്പില്ലാത്ത വടയും മാംസവും കൊട്ടയിലും കിണ്ണത്തിലും എടുത്തുകൊണ്ടുവന്ന് കരികലത്തിന്റെ മുമ്പിൽ വെച്ചു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട്
മാംസവും പുളിപ്പില്ലാത്ത വടിയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടിയും ദഹിപ്പിച്ചു. നോക്കി, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അവൻ അവന്റെ ഓഫറിങ്ങുമായി വന്നു. ലിസൺ, 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. 23, 24 വാക്യത്തിലേക്ക് വരണം. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല. ആക്ച്വലി ഈ ദൂത വീഴണ്ടേ. 24-ാമത്തെ വാക്യത്തിൽ നോക്കണം. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. ശലോം മീൻ പീസ്, സമാധാനം. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല. ഈ മനുഷ്യൻ മരിക്കാതെ ഇരുന്നെങ്കിലേ ഈ പറഞ്ഞ ദൂത് നടക്കുള്ളൂ. ബിക്കോസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഞാൻ കാനാവിലെ കല്യാണം പ്രസംഗിക്കാം, നിങ്ങൾ എന്റെ കമോൺ. യുദ്ധം നടക്കുകയാണ്. ഏത് സമയവും മരണം സംഭവിക്കാം. ഏത് സമയവും മിഥ്യാനിയർ ഗിദെയോനെ തീർക്കാം. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കാം, നീ ഒറ്റ മനുഷ്യനെ പോലെ നിന്ന് മിഥ്യാനിയരെ തോൽപ്പിക്കും. ഓക്കെ, താങ്ക് യു സർ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു പാസ്റ്റർ, ദൂതിന് സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് എന്നെ പാസ്റ്റർ എന്നൊരു ദൂത് പറഞ്ഞാൽ നീ കേട്ടായിരുന്നു എന്നോടൊരു ദൂത് ഇങ്ങനെ? നോ, നെവർ. അവൻ ദൂതനോട് പറഞ്ഞു, ഇവിടെ നിക്ക്, പോകരുത്, എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഗിദെയോൻ അത് എടുത്തോണ്ട് വന്ന് ദൂതന്റെ മുമ്പിൽ വെച്ചു. ഉടനെ അടുത്ത ദൂത് അവന്റെ മേളിൽ വീഴുകയാണ്. നീ മരിക്കത്തില്ല, നീ ഭയപ്പെടണ്ട. നിന്റെ മേലുള്ള ദൂത്, നിന്റെ മേളിൽ പറഞ്ഞ പ്രവചനം കൺഫേംഡ് ആകുകയാണ്. Do something. Do something. Pastor Anish and all the ministers, do something. കൈ കൊടുത്ത് പറഞ്ഞേ, ആമീൻ. കേട്ടോണ്ടിരിക്കാതെ കേട്ടത് നടക്കാൻ എന്തേലും ചെയ്യാൻ പറ. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. ഒരിക്കൽ താൻ കഴിച്ച യാഗത്തിനകത്ത് അല്പം ഉഴപ്പി. ആ ഉഴപ്പ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു. എപ്പോഴെങ്കിലും കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പം റെസ്പോണ്ട് ചെയ്ത് ഡു ഇറ്റ്. എന്റെ ആക്ഷനിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യണം. 37 വയസ്സായ ഒരു മകള് ന്യൂസിലൻഡിൽ. ആ മകളുടെ വിവാഹം നടക്കുന്നില്ല. 37 years ആയി. പെങ്കൊച്ച ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടറാണ്. ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുക. നല്ല ഫാമിലി, മാരേജ് നടക്കുന്നില്ല. ഈ സമയത്ത് അവർ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്കകം നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കും. ഈ മനുഷ്യൻ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്ന ആളാ. താങ്ക് യു ജീസസ് ഫോർ ദാറ്റ്. ഈ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്ററെ, വിവാഹം നടത്താൻ നിവർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരാളുടെ കേസ് പാസ്റ്റർ മുമ്പിൽ വരുവാണെങ്കിൽ പാസ്റ്റർ എനിക്ക് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് തരണം. ഇത് പുള്ളി പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ അങ്ങനെ ഒരു അവസരം വന്നു. ഡയറക്ട്ലി ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു. ഡയറക്ട്ലി കൊടുത്തു. ആ വ്യക്തിക്ക് കല്യാണത്തിന് വേണ്ട പൈസ ആ മനുഷ്യൻ ഈ ദൂത് കേട്ട് ആ ദൂതിന്റെ മേലൊരു ആക്ഷൻ എടുക്കുക. ലിസൺ ടു മീ. പുള്ളി അയച്ചു കൊടുത്തു.
ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതി അയാളുടെ മോടെ കല്യാണ. ഞാൻ ഈ പ്രാവശ്യം UK പോയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, ലൈവാണ്. Many people are delivered, especially prophetic ministry. ഭയങ്കര അമേസിംഗ് ആയിട്ടാണ് ദൈവം ഉപയോഗിച്ചത്. അത് ചിലരുടെ കേസുകളൊക്കെ കർത്താവ് പിടിക്കുമ്പോൾ എനിക്കറിയാം അവരുടെ പ്രതികരണത്തിന്റെ മുമ്പിൽ, അവരുടെ ആക്ഷന്റെ മുമ്പിൽ, ആ ദൂത് കേൾക്കുന്നവന്റെ ആറ്റിറ്റ്യൂഡിന്റെ മുമ്പിൽ സ്വർഗം ചലിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ചർച്ചിന് ലാൻഡ് മേടിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് വളരെ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ, നമ്മുടെ ചർച്ചിന് 5 കിലോമീറ്റർ റേഡിയൻസിൽ, ഇപ്പോൾ നിൽക്കുന്നിടത്ത് 5 കിലോമീറ്റർ റേഡിയൻസിനകത്ത് ഇത്ര മാസത്തിനകം നിങ്ങൾക്കൊരു ലാൻഡ് ദൈവം തരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം, അതിനു മുമ്പ്, അതിന് ഏകദേശം ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ദൈവവചനം പഠിപ്പിച്ച വളരെ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ, നമുക്ക് ദൂതേ കിട്ടിയിട്ടുള്ളൂ, പൈസ നമ്മുടെ കയ്യിലില്ല. പക്ഷെ അന്നെങ്ങാണ്ട് അത്രയും പൈസയെ, ഒരു തുച്ഛമായ എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അതിൽ കിടക്കുന്ന മുഴുവൻ പൈസയും ആ പാസ്റ്ററിന്റെ ചർച്ച് ഹോള് പണിയാൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാവോ, 1 രൂപ ലോൺ എടുക്കാതെ ആ മനുഷ്യൻ മേടിച്ചതിന്റെ 20 ഇരട്ടി വലിപ്പത്തിൽ. God provided. നിന്റെ ആരാധനയും നിന്റെ വിശ്വാസവും ദൈവത്തിന്റെ മുമ്പിൽ പ്രകടമാക്കുക. ഇന്ന് അമ്മയുടെ മകൻ സൗഖ്യമായി. അമ്മ ഈ സ്റ്റേജിൽ വന്ന് 3 തവണ എടുത്തു പറഞ്ഞൊരു വേർഡുണ്ട്. നിങ്ങൾ കേട്ടോന്ന് അറിയത്തില്ല. 1 തവണ നിങ്ങൾ കേട്ടു, 2 തവണ അല്ലാതെ ഞാൻ കേട്ടു. പക്ഷെ പ്രാർത്ഥിക്കണം, എന്റെ മോൻ, എന്റെ കുഞ്ഞ്, അവൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ. നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിന്റെ ശരീരം നീ കർത്താവിന് കൊടുക്കണം. നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ ഫൈനാൻസ് നീ ഷോ ചെയ്യണം. ഗിദെയോൻ ദൂതനോട് പറഞ്ഞു, പാസ്റ്റർ, ദൂതനോട് പറഞ്ഞു പോവല്ലേ, ദൂത് പറഞ്ഞ ആളോട് പോലെ വെയിറ്റ്, ഞാനൊരു ഓഫറിംഗ് എടുത്തോണ്ട് വരട്ടെ. ഓഫറിംഗുമായി ഗിദെയോൻ എത്തിയപ്പോൾ ദൂതൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞ ദൂത് കൺഫേം ആകുകയാണ്, നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. കൈ കൊടുത്ത് പറഞ്ഞേ, അനുഗ്രഹം സൂത്രത്തിലൂടെ ഒപ്പിക്കുന്ന അല്ലെന്ന് പറഞ്ഞേ, അനുഗ്രഹം സൂത്ര വഴിയിലൂടെ ഒപ്പിക്കുന്നതല്ലെന്ന് പറഞ്ഞേ. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അനുഗ്രഹം അടിച്ചോണ്ട് പോകാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞേ. Deuteronomy chapter 16 verse 16 and 17. 16 and 17. ആവർത്തനം 16, 17. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും, സ്പീഡിൽ വായിക്കണേ പാസ്റ്ററെ, വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവ സന്നിധിയിൽ വെറും കൈയായി വരില്ല. നമുക്ക് ഏറ്റവും ഇഷ്ടം വെറും കൈയായി. We love it that. നമുക്ക് അത് പറയാനാ ഇഷ്ടം. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരുക്കി വെച്ചത് എടുത്തോണ്ട് വരണം. That is your offering. That is your tithe. Yes. എന്തുവാകട്ടെ. എന്ത് സംഭവിക്കുന്നു? 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. Thank you, Holy Spirit. Lift your hand and thank you, Holy Spirit. Thank you, Holy Spirit. Amen. Amen. 116-ാം സങ്കീർത്തനം വേർഡ് 16, 17, 18, 19. 17, 19 ഇമ്പോർട്ടന്റ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 116-16, യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നീ എന്റെ ബന്ധനങ്ങളെ. ഓക്കെ, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ, ബന്ധനം അഴിഞ്ഞവൻ സ്തോത്രയാഗം അർപ്പിക്കും. ബന്ധനം അഴിഞ്ഞവൻ സ്തോത്രം പറഞ്ഞാൽ മതി. ചിലര് ചോദിക്കുന്നില്ല, നീ എന്തോ ഇങ്ങനെ ഭയങ്കര സ്തോത്രക്കാരൻ, ഭയങ്കര സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന. എന്റെ ബന്ധനം കർത്താവ് അഴിച്ചതുകൊണ്ട്, എന്റെ ബന്ധനത്തെ ദൈവം അഴിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കും.
18 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിലെ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ സകല ജനവും. എന്തോ ടൗഡ എന്ന വാക്കിന്റെ അർത്ഥം? ടൗഡ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വിസിബിൾ ഓഫറിംഗ്. എല്ലാരും കാണുക. എനിക്കത് നാണക്കേടൊന്നുമില്ല, എനിക്ക് സ്തുതിക്കാൻ നാണക്കേടില്ലെന്ന് എത്ര പേര് പറയും? അത് കേട്ടിട്ട് അങ്ങനെയാണല്ലോ. എനിക്ക് ഐ ഡോണ്ട് കെയർ. ഞാൻ ഹല്ലേലൂയ പറയും, ചിലപ്പോൾ ഡാൻസ് ചെയ്യും, ചിലപ്പോൾ എനിക്കതിൽ ഒരു നാണക്കേടില്ല. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് സകല ജനവും കാണുക, ഞാനത് ചെയ്യും. കാരണം അവൻ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാൽ അവൻ എന്റെ ബന്ധനങ്ങളെ I don't care. എന്റെ ഓഫറിങ്ങിനെ, എന്റെ സ്തുതികളെ, എന്റെ ആരാധനയെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നേർന്നതിനെ സകല ജനവും കാണുക, ഞാൻ ദൈവത്തെ സ്തുതിക്കും. Oh, I thank you, Holy Spirit. Because സ്തുതിക്കുക എന്ന് പറയുന്നത് is a bomb. ഞാൻ എല്ലാവരോടും പറയാം, എന്നെ നോക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കുറച്ചു നേരം ഇവിടെ പ്രൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പൊ ഇവിടെ ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങും. ഡെഫിനറ്റ്ലി കുറച്ചു നേരം നമ്മൾ സ്പിരിറ്റ് ഫിൽഡ് ആയി ഇപ്പൊ ആരാധിക്കാൻ തുടങ്ങിയാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇപ്പൊ ചേഞ്ച് ആവും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഗോഡ് ഈസ് റിവീലിംഗ്. എനിക്ക് കർത്താവ് ഒരുപാട് പേരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം കമ്മിങ്. പ്രൈസ് ഈസ് വെരി പവർഫുൾ. നിനക്ക് വാ തുറന്ന് ശരിക്കും കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. ഇപ്പോ ഇതിനകത്ത് ഇരിക്കുമ്പം നിനക്ക് പഴയതുപോലെ നീ സ്തുതിക്കുന്നില്ലെങ്കിൽ, നിനക്ക് വാ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നീ എവിടൊക്കെയോ അടിച്ചുപോയി എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് പകൽ നീ തിരിച്ചു വരാൻ കർത്താവ് നിന്നെ അറിയിക്കുക. I'm telling truth. That's why Judges chapter 20 word 18, ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബഥേലിൽ ചെന്നിട്ട് ബെന്യാമീനരോട് പടവെട്ടാൻ ഞങ്ങളിൽ ആര് മുൻപേ പോകണമെന്ന് ചോദിച്ചപ്പോ ദൈവം പറയുകയാണ്, യഹൂദ മുൻപേ പോകട്ടെ. യഹൂദ ഈ യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കട്ടെ. What's the meaning of Judah? What's the meaning of Judah? The Judah mean praise. The Judah mean praise. സ്തുതിക്കുന്നവൻ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കട്ടെ. സാധാരണ ഒരു പാസ്റ്ററെ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്, ഒരു വലിയ ദൈവദാസനോട് റെസ്പെക്റ്റ്. പക്ഷെ പല കൺവെൻഷനുകൾക്ക് മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരു പരിഗണന അവർ കൊടുക്കുന്നത് പലയിടത്തും കണ്ടിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞത് അപ്പോസ്തലൻ മുമ്പിൽ നിൽക്കാനല്ല, പ്രവാചകൻ മുമ്പിൽ നിൽക്കാനല്ല. That ministry is great. Your ministry is great. You are doing the great job in the kingdom of God. Listen. എന്താണ് യഹൂദയുടെ പ്രത്യേകത? യഹൂദ എന്തുകൊണ്ടാണ് മുമ്പിൽ നിൽക്കട്ടെന്ന് പറഞ്ഞ് ദൈവം ഈ ജെനസിസ് ചാപ്റ്റർ 49, ഉൽപ്പത്തി 49, 8, 9, 10 വാക്യങ്ങൾ. ആർ യു റെഡി? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യഹൂദേ, Judah. What is the meaning of Judah? Praise. സ്തുതിക്കുന്നവൻ. യഹൂദേ, സ്തുതിക്കുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. സ്തുതിക്കുന്നവനെ നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ ഇതിനകത്തിരുന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്നെ ശ്വാസം മുട്ടിക്കുന്നതിന്റെ കഴുത്തിൽ
നീ ഇന്ന് പകൽ കയറി പിടിക്കുക. Praise, praise, worship him. സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. The next word is important. Word 9. യഹൂദ ഒരു ബാലസിംഹം. സ്തുതിക്കുന്നവൻ പൂച്ചയല്ല. Praise. Judah. Judah. Hey. Listen. Judah. You are not a cat. You are not a baby puppy. You are the lion. You are the lion. നീര പിടിച്ച് കയറും. ഇന്ന് ഈ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനുള്ള മുഴുവൻ ഇരകളും അവന് വരും. Acts chapter 16 അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസും ശീലാസും they are in jail. അവർ കാരാഗൃഹത്തിലായിരുന്നു. ജയിലർ കാരാഗൃഹ പ്രമാണി കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചു. ടൗഡാ. അവരുടെ ആരാധന എക്സ്പ്രസീവ് ആയിരുന്നു. ടൗഡാ. Shayatana mayalaha. Rikana na 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 na. Shayantamanio. They expressed their own love. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാടി സ്തുതിച്ചു. That is a sacrificial praise. Because അവരുടെ കാലാമത്തില കൈ ചങ്ങലയാ. അവരിപ്പോൾ വാത്തുറന്ന് സ്തുതിക്കുന്നതിനകത്തൊരു സാക്രിഫിഷ്യൽ ഉണ്ട്. പക്ഷേ that is Tauda. പരസ്യമായി വിസിബിളായി തടവുകാർക്ക് കേൾക്കാൻ കഴിയുന്ന നിലയിൽ അവർ പാടി സ്തുതിച്ചു. 26, 27 വാക്യം പറയുന്നു, പെട്ടെന്ന് കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി. Your praise, your sacrificial praise, Tauda, it is powerful, more than any weapon in this world, more than a machine gun, more than a bomb, more than a missile. Hey, today is a deliverance day. Yes. ഇന്ന് അത്ഭുതത്തിന്റെ പകലായി മാറാൻ പോവാ. ലിസൺ, ചെങ്ങല അഴിയാനല്ല അവർ പാടിയത്. പക്ഷെ അവർക്കറിയാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ട ആരാധന കൊടുത്താൽ എന്നും കൈ ചെങ്ങലയിലായിരിക്കത്തില്ലെന്ന്. ലിസൺ, നിങ്ങൾക്ക് ആളുകളോട് ദേഷ്യപ്പെടാൻ അറിയാം, ചീത്ത പറയാൻ അറിയാം, ഒരു കാര്യം കിട്ടിയില്ല വാ തുറന്ന് അലയ്ക്കാൻ അറിയാം, പിണങ്ങാൻ അറിയാം, ദേഷ്യം കാണിക്കാൻ അറിയാം.
വഴക്ക് കാണിക്കാൻ അറിയാം, മുഖം വീർപ്പിച്ച് കാണിക്കാൻ അറിയാം, ഈ ഭാവഭേദങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ നിനക്കൊന്ന് വാ തുറന്ന് സ്തുതിക്കാൻ എന്താ പറ്റാത്തെ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നീ വാ തുറന്ന് സ്തുതിച്ചാൽ നിന്റെ ചരിത്രം മാറുമെന്നറിയാം. Listen. Wait. Judah, Yehuda, you are the lion. You are not a cat or a pussy cat, not a puppy. Who is praising the Lord? Who is praising the Lord? He is lion in the kingdom of the Lord. അവൻ ഇര പിടിച്ച് കയറും. അവനിപ്പോ സ്തുതിച്ചോണ്ടിരിക്കുന്ന, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഈ കൈകൊട്ടാനും പാടാനും പോയിട്ട് എന്നാ കിട്ടാനാ എന്ന് ചോദിച്ചവൻ കാണും.